happens when there is a conversion from another religion into Christianity. ഇത് സാധാരണയായി ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലുണ്ട്. ഒരു വ്യക്തി മറ്റൊരു മതത്തിലേക്ക് മതവിശ്വാസത്തിലേക്ക് ചേരുമ്പോൾ അവിടേക്ക് മാറുമ്പോൾ ഇത് വലിയ അനുഭവമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. There is separation, isolation, crisis in the family because one has gone to another religion. മറ്റൊരു മതത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അവിടെ വേർതിരിവുകൾ ഉണ്ടാകുന്നു, അവിടെ ഏകാന്തത ഉണ്ടാകുന്നു. അങ്ങനെ ആ ഭവനത്തിൽ ദുഃഖവും പ്രയാസവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. But with the passage of time, if the rest of the family sees Christ in the convert, then there is healing because they know why this person has gone and to whom this person has turned. എന്നാൽ അങ്ങനെയുള്ള വിഷമകരമായ അവസ്ഥയിൽ ആ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതായ വ്യക്തിയിലൂടെ മറ്റുള്ള കുടുംബാംഗങ്ങൾ ക്രിസ്തുവിനെ കാണുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ ഭവനത്തിൽ സൗഖ്യവും സന്തോഷവും ഉണ്ടാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. The second insight is that when we study the sayings of Jesus, like for instance in the Sermon on the Mount, we must keep in mind that there are always two layers of interpretation, the top layer and the bottom layer. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം പോലെയുള്ള പഠിപ്പിക്കലുകളിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം, യേശു പഠിപ്പിക്കുന്ന സമയത്ത് പല പഠിപ്പിക്കലുകളും നാം മനസ്സിലാക്കുന്നത് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ്, രണ്ട് തട്ടുകളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. If you stay with the top layer of interpretation only, then you lose the best in the text. നാം ഒരു പ്രത്യേകമായ വേദപുസ്തക ഭാഗത്തെ മനസ്സിലാക്കുവാൻ അതിന്റെ ഉപരിപ്ലവമായ തലയിൽ അതിന്റെ മേലെ തട്ടിൽ മാത്രം നിന്നുകൊണ്ട് നാം അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. Let me give you two examples from the Sermon on the Mount. ഗിരിപ്രഭാഷണത്തിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. Chapter 5, St. Matthew, verse 39. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. If someone slaps you on one cheek, then we are expected to turn the other. നിങ്ങളുടെ ഒരു ചെവിടത്ത് അടിക്കുന്നതിന് മറ്റേതും കാണിച്ചു കൊടുക്കുക എന്ന് നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ. And most people will interpret this at the top level as being non-violent. If somebody hits you, you don't hit back. പലപ്പോഴും നാം മേലെ തട്ടിൽ നിന്നുകൊണ്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നാം ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അക്രമരഹിതരായി നാം നിൽക്കണം. ഒരാൾ നമ്മെ മർദ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ അടിക്കുമ്പോൾ അവിടെ അക്രമം കാണിക്കുവാൻ അക്രമിക്കാതെ അവിടെ ശാന്തനായി നിൽക്കുക എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കാറുള്ളത്. But when you go to the second level, you see a new meaning. എന്നാൽ നാം അതിന്റെ രണ്ടാമത്തെ തട്ടിലേക്ക്, ആഴത്തിലുള്ള രണ്ടാമത്തെ തട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And that is that the range or the distance of the slap is also the distance of the embrace. അവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു അടിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ കൈയൊങ്ങുന്ന അതേ ദൂരം തന്നെയാണ് ഒരു മനുഷ്യനെ ആലിംഗനം ചെയ്യുവാനായിട്ടുള്ള ദൂരവും. ആ ദൂരം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. If Achan slaps me once, I must not withdraw and get angry. I must stay here because if I withdraw, I cannot embrace him. So if one day reconciliation is to come, I must be within that distance of the slapping and the embrace. എന്നെ അച്ഛൻ അടിക്കുകയാണ് എങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛനിൽ നിന്ന് അകലം പാലിക്കുവാൻ പാടില്ല. കാരണം അടിച്ച അതേ ദൂരത്തിൽ നിന്നുകൊണ്ട് ആ അച്ഛനെ എനിക്ക് ആലിംഗനം ചെയ്യുവാനായിട്ടുള്ള ആ ദൂരം എപ്പോഴും ഞാൻ പാലിക്കേണ്ടതാണ്. ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുവാൻ പാടില്ല എന്നുള്ള പാഠം നാം മനസ്സിലാക്കണം. The second is Matthew 5:21 to 26. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. There are lots of ideas. I want to just take one, the idea of being in prison. നാം അനേകം അവിടെ ആശയങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ തടവിലായിരിക്കുക എന്നുള്ള പ്രത്യേകമായ ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus says, if you have a misunderstanding with your brother, go and reconcile. Otherwise, you will be caught and put into prison. What does this mean? നിങ്ങൾക്ക് ഒരു സഹോദരനോട് ഒരു പ്രയാസമുണ്ട് എങ്കിൽ തീർച്ചയായും ആ സഹോദരനോട് പോയി നിങ്ങൾ നിരന്നുകൊള്ളണം. അല്ലെങ്കിൽ നിങ്ങൾ തടവിലാകുവാൻ, ജയിലിലാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട് എന്ന് യേശു അവിടെ പഠിപ്പിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? It means that if you are not a person with a reconciliation attitude and all the time you're breaking relationships, you're not interested in other people, you become lonely, and in that loneliness
it's as if you are in a prison. നിങ്ങൾ മറ്റുള്ളവരോട് ചേർന്ന് പോകുവാൻ കഴിയാത്തവരായി മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനമായ സംഗതി, അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരിലേക്ക് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുമ്പോൾ നാം ഏകാന്തതയുടെ തടവുകാരായി മാറുന്നു എന്നുള്ള വലിയ പാഠം. And the third insight is, how do you interpret the mind of Christianity when in the Bible there seem to be teachings or verses or texts that are difficult? എന്നാൽ മൂന്നാമത്തെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, പലപ്പോഴും വേദപുസ്തകത്തിൽ വളരെ പ്രയാസകരമായ ശ്രമകരമായ വ്യാഖ്യാനിക്കുവാൻ പ്രയാസമുള്ള ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നാം വായിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. Now this question rose in the church in Sri Lanka because of war and because of violence. What should our stance be? Do we also fight, or is there another way of doing it? പ്രത്യേകിച്ച് ഒരു ശ്രീലങ്കയുടെ പശ്ചാത്തലത്തിൽ അക്രമവും യുദ്ധവും സർവ്വസാധാരണമായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ അവിടെയുള്ള സഭയും ചോദിക്കാറുണ്ട്. ഈ യുദ്ധത്തോട് ചേർന്ന് നിൽക്കണമോ, ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കണമോ എന്നുള്ള പ്രധാനമായ ചോദ്യം. Now what made this search even more difficult was certain texts in the Old Testament where God is portrayed and demonstrated as a warrior God, God going to battle, God telling the Israelites to go to fight, to kill, to plunder and to destroy. Is that God's will? That was the question. ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ചോദ്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം ചെയ്യുന്നവനായ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ പോകുവാനും കീഴടക്കുവാനും നശിപ്പിക്കുവാനും ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ പല ഭാഗങ്ങളിലും ചിത്രീകരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. Read Joshua chapter 11 verses 6 to 23. It tells us something about this. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ കഴിയും. But otherwise read Judges, read Exodus. Lots of teaching in the Old Testament that God wants violence. ന്യായാധിപന്മാരുടെയും പുറപ്പാടിന്റെയും ഒക്കെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന, അക്രമത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള ചില കാഴ്ചകൾ നമുക്ക് അവിടങ്ങളിൽ കാണുവാൻ കഴിയും. And then our theologian said, no, there seems to be something wrong with this. What did Jesus have to say and do about violence and war? എന്നാൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയും അത് തെറ്റാണ്. എന്നാൽ നാം അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നാം നമ്മുടെ അന്വേഷണം കണ്ടെത്തേണ്ടത് യേശു ഈ യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും പശ്ചാത്തലത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരായ നാം ശ്രദ്ധിക്കണം. So we put Jesus at the top, at the pinnacle, and from there we looked at these other texts. നമ്മുടെ ദൈവശാസ്ത്ര അന്വേഷണത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ, അതിന്റെ ഉന്നത അഗ്രത്തിൽ ക്രിസ്തുവിനെ നാം പ്രതിഷ്ഠിക്കുകയും ആ ക്രിസ്തുവിലൂടെ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുവാൻ, വായിക്കുവാൻ നാം ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. And there we see the selfless transformer who takes the violence of the evil people on his body, he goes to the cross and he dies so that he can bring transformation through non-violence. ക്രിസ്തുവിലൂടെ നാം കാണുന്ന ഏറ്റവും ഉദാത്തമായ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കഷ്ടങ്ങളെ, ഈ ലോകത്തിന്റെ അക്രമങ്ങളെ തന്റെ ശരീരത്തിലേക്ക് മുഴുവനായി ആവാഹിച്ചുകൊണ്ട് ഈ അക്രമങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും ഈ ജനത്തെ വിടുവിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ഭാവം നമുക്ക് കാണുവാൻ കഴിയും. അത് നാം ഉൾക്കൊള്ളുവാൻ ഇന്ന് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. So to repeat here then are three additional insights if we are to think and to live theologically. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നാം എപ്പോഴും കാത്തുപാലിക്കേണ്ട 3 ഉൾക്കാഴ്ചകളാണ് ഇപ്പോൾ നാം വീണ്ടും കേട്ടത്. Number 1, reconstruct biblical truth from our context. നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് വേദപുസ്തക സത്യങ്ങളെ പുനർനിർവചിക്കുകയും വായിക്കുകയും പുനർക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. Secondly, probe the text, go to the second level and you will get a gem there. വേദപുസ്തക ഭാഗങ്ങളെ നാം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഉപരിപ്ലവമായ മേലെത്തട്ടിൽ നിന്നുകൊണ്ട് മാത്രം വായിക്കാതെ അതിന്റെ ആഴത്തട്ടുകളിലേക്ക് പോവുകയും നമ്മുടെ ജീവിതത്തിന്റെ സത്യങ്ങളെ കൂടുതലായി കണ്ടെത്തുവാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. Thirdly, where there are difficult texts, give the priority to the mind of Jesus. പ്രത്യേകിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ വളരെ പ്രയാസമേറിയതായ ഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ ചിന്തയിലൂടെ, പ്രവർത്തനത്തിലൂടെ, പഠിപ്പിക്കലുകളിലൂടെ ആ ഭാഗത്തെ വായിക്കുവാൻ, പഠിക്കുവാൻ നാം ശ്രമിക്കണം. When you do this,
the Bible becomes a living word. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ ഈ വേദപുസ്തകം ജീവിക്കുന്ന ഒരു വചനമായി നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. It becomes a light for our path. നമ്മുടെ വഴികൾക്ക് ഒരു പ്രകാശമായി ഈ വചനം മാറും എന്നുള്ളതാണ്. If you don't approach the Bible like this, it just remains a familiar, interesting book, but it does not bring us life. നാം അങ്ങനെ ക്രിസ്തുവിലൂടെ ഈ വചനത്തെ വായിക്കുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ഈ പുസ്തകം മറ്റേതൊരു പുസ്തകം പോലെ ഒരു സാധാരണ പുസ്തകമായി നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ സാധ്യതയുണ്ട്. I want to give you a little group work now for 3 or 4 minutes. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെക്കട്ടെ. Discuss with your neighbor this question. ഈ ചോദ്യം നിങ്ങളുടെ അയൽക്കാരുമായി നിങ്ങളുടെ സമീപത്തിരിക്കുന്ന ആളുമായി നിങ്ങൾ ഈ ചോദ്യം ചർച്ച ചെയ്യുക. John chapter 17 verses 20 and 21. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ. Jesus' prayer to the Father യേശുവിന്റെ തന്റെ പിതാവിനോടുള്ളതായ പ്രാർത്ഥന on the union of the churches and Christians. ഈ തന്റെ ശിഷ്യന്മാരുടെയും ക്രിസ്തീയ വിശ്വാസികളുടെയും സഭകളുടെയും ഐക്യത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ പ്രാർത്ഥന. He says, Father, make them one so that the world will believe. ദൈവമേ, എന്റെ പിതാവേ, ഇവരെ ഒന്നിക്കണമേ, ഇവരെ ഐക്യപ്പെടുത്തണമേ. അതുകൊണ്ട് തന്നെ ഈ ലോകം ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരെ ഒന്നിപ്പിക്കണമേ, ഐക്യപ്പെടുത്തണമേ എന്നുള്ള യേശുവിന്റെ പ്രാർത്ഥന. Ecumenism and the churches coming together is not an end in itself. നമ്മൾ എപ്പോഴും സഭാ ഐക്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനമായ കാര്യം സഭാ ഐക്യം എന്ന് പറയുന്നത് അതിൽ തന്നെ അവസാനമല്ല, അന്തമല്ല എന്നുള്ളതാണ്. It has a strong mission aspect so that the world may believe. സഭാ ഐക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ സുവിശേഷ ദൗത്യത്തെ കുറിച്ച് നാം തിരിച്ചറിയുകയും അത് എല്ലായ്പ്പോഴും പ്രഘോഷിക്കേണ്ടതും ഇന്നിന്റെ അനിവാര്യതയാണ്. So your question is, what is the mind of Christ in the scandal of division in our separate churches? ഈ ഇന്നത്തെ സഭാ വിഭജനത്തിന് മധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ സമീപനം എന്താണ്, യേശുക്രിസ്തുവിനെ പഠിപ്പിക്കൽ എന്താണ്, മനസ്സിലാക്കൽ എന്താണ് എന്നുള്ളത് നാം വായിച്ച് പഠിക്കണം. Please discuss for 3 or 4 minutes and take the question home, because you can't resolve that in 3 or 4 minutes, and after that we will have prayer. 3-4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ ഭാഗം വായിച്ച് പഠിക്കുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗം മുഴുവനും ഇപ്പോൾ വായിച്ച് പഠിക്കുവാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുക. കൂടുതലായി നിങ്ങൾ ദൈവശാസ്ത്രപരമായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുക. Nandi Achan. Okay, thank you.